കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ കുളിക്കുന്തയ്യെ നിന്നോടെ ചോട്ടിൽ മുറുക്കി കുത്തിയ താറാൾ ശകലകലാവല്ലഭൻ. ഹലോ ഗായ്സ്, നമ്മ ഇന്നവിടെ പോകുന്നു അർജു കൊല്ലൂർ മൂകാംബിക. എന്തേ പോണം തോന്നി പോയി. നമ്മ ഒരു ട്രിപ്പ് പോകാൻ കൊല്ലൂർ മൂകാംബികക്ക്. പറ്റെങ്കിൽ കുടജാത്രയും കയറും അല്ലേ? ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ബാഗെല്ലാം പാക്ക് ആക്കിയിട്ട് മൂന്നാൾക്കാരുണ്ട്. അവർ പിക്ക് ചെയ്തിട്ട് നേരെ മംഗലാരത്ത് നിന്ന് നേരെ കൊല്ലൂർ. ഒരു രാത്രിയാകുമ്പോൾ എത്തുമായിരിക്കും. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാൾ ജോയിൻ ചെയ്യാനുണ്ട് പറഞ്ഞിട്ട്. ആ രണ്ടാൾ അർജു, ജപ്പു, എവിടെ പോകുന്നോ? നമ്മളിപ്പോ കൊല്ലൂര് മൂകാംബിക എന്ത് വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. നമ്മള് പോകുന്ന നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. കൊറേ ആയി ഗൈസ് ഞങ്ങൾ ഇങ്ങനെ കൂടിയിട്ട്. അപ്പൊ ഇന്ന് ഇങ്ങനെ കൂടെ കൊറേ പണിയെടുത്ത് എല്ലാരും ഒന്നിച്ചെത്തിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ നമ്മൾ മംഗലാരത്ത് പോകുന്നുണ്ട് അബീനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അവിടെ നേരെ കൊല്ലൂർ മൂകാംബിക. ഇപ്പൊ ഇവിടുന്ന് മംഗലാരത്ത് വിട്ടു. ഏകദേശം എത്ര മണിയാവും കുറച്ച് എത്തുമ്പോ? 11 മണിയാവും. 10-11 മണി. അതായത് നമ്മ മെല്ലെ നിർത്തി പോകുന്നത്. എവിടെ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് നമ്മ പോകുന്നില്ല അല്ലേ? ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് നമ്മളെല്ലാരും കൂടെ ചില്ല് ചെയ്താ പോകുന്നതാ. ചില്ല് ചെയ്യാൻ നമ്മൾ മൂകാംബികക്ക് പോകാണ്. മിത്തോ നമ്മിപ്പോ +2 വരെ ഒന്നിച്ചു പഠിച്ചല്ലേ? അല്ല, നീ എന്തൊക്കെ ഡിഗ്രിക്ക് ഉണ്ടായി. പക്ഷെ നമ്മ ഇങ്ങനൊരു ട്രിപ്പ് പോയിനാ? സ്റ്റേ അടിച്ചിട്ട് എവിടെയും പോയിട്ടാണോ അല്ലേ? അപ്പൊ ഇതൊരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും. എന്താണ് നീ നെഗറ്റീവ് അടിക്കുന്നേ? നമ്മ എടാ കുറച്ച് നമുക്ക് സ്കൂളിലെ കഥകൾ പറഞ്ഞാലോ? ചട്ടൻ്റെ ലൈഫ് പറഞ്ഞാലോ? തീരെ താല്പര്യമില്ല. അത്രക്ക് വൃത്തികെട്ട സ്കൂളായോണ്ടല്ലോ. നമ്മളിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനത്തെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അയ്യോ, അല്ല, അവിടെ പഠിച്ചിട്ട് നിനക്കൊരു ലൈഫിലൊരു ഗുണം ഉണ്ടായിട്ടാ? അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ അതുണ്ടാവും. അങ്ങനല്ല, ഒരു മെമ്മറി ആയിട്ടാണെന്നൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് നീ സ്കൂളിന് ഇഷ്ടപ്പെടാത്തത്. അത്രേ ഇല്ലു. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലേ കുന്താപുരം എത്താനായി. കുന്താപുരം എത്തുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ തോന്നി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരു റോയൽ ഇൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് നിർത്തിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ച് നോക്കാം നമുക്ക്. അവരെല്ലാം പോയി. ഗൈസ്, അപ്പോൾ ഇല്ലേ ഞാൻ ആടുന്ന് വന്ന് ആ ഹോട്ടലിൽ നിന്ന് വന്ന് ഞാനിപ്പോൾ വേറൊരു ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല. ഞാനിവിടെ സ്ഥിരം മൂകാംബിക വരുമ്പോൾ കയറുന്നൊരു ഹോട്ടലാണ് കേട്ടോ, അന്നപൂർണ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കുന്താപുരം എത്തുന്നതിനേക്കാളും കുറച്ച് മുമ്പിലായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. സമൂസ കോളി വെച്ചില്ല. വേറെന്തില്ലേ സ്നാക്സ്? വേറെന്തില്ലേ? കോളി വെച്ചില്ല. കോളേജ് ഇല്ലാത്ത ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. നമ്മളിപ്പോ എന്താ കഴിക്കാൻ പോണേ? കോളി വെച്ച ഇല്ലേ? സമൂസ ഓർഡർ ആക്കി. എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡ് കിട്ടാ അല്ലേ അർജു? എങ്ങനെയുണ്ട്? നല്ല ഫുഡ്. കാരണം ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ അന്നപൂർണ ഗ്രാൻഡ്. മറ്റേ ഇവിടെ എത്തുന്നതിനാട്ടി മുമ്പ് കേട്ടണ കുന്താപുരം എത്തുന്നതിനേക്കാളും കുറച്ച് 20 കിലോമീറ്റർ മുമ്പ്. 20 കിലോമീറ്റർ ഒരു ടോൾ ബൂത്ത് കിട്ടാണ്ട് അതിന്റെ മുന്നേ. അടിപൊളി റെസ്റ്റോറന്റ് കേട്ടോ. എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിപൊളിയായിരിക്കും അല്ലെ? മെനു കണ്ടിട്ട് അത്യാവശ്യം നല്ലുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നല്ല ചായ, നല്ല ദോശ, ഗീ റോസ്റ്റ് മസാല ദോശ. അങ്ങനെ അമ്പലത്തി നമ്മൾ എവിടെയെങ്കിലും റൂം
നോക്കിയിട്ട് ബാക്കി പരിപാടി. ഗൈസ് അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ ലേറ്റായി, എണീക്കാൻ വേണ്ടി ലേറ്റായി. നല്ല മഴ ഉണ്ടോന്നോ അത്, അപ്പോൾ നല്ല കുറച്ച് കിടന്നു ഉറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക്. ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം അല്ല, എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം. ചെറുപ്പത്തിൽ വന്നതാ? ചെറുപ്പത്തിലല്ല, ഞാൻ ഒരു 4-5 കിലോ പഠിക്കുമ്പോഴാണ് അവസാനം വന്നിട്ടുണ്ട്. എന്തെങ്കിലും കണ്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട്, ഈ സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നമ്മളെല്ലാരും കാണാൻ കുതിച്ചൊരു സംഭവം ഇപ്പൊ നടക്കാൻ പോവാ. ഗൈസ് അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര തിരക്കിട്ടാ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നേരെ കൊടജാത്രിക്ക് പോകണം. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. അപ്പോൾ ഇനി ചാർജിന് കുത്തിയിട്ട് വേണം പോകാൻ. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കൊടജാത്രിക്ക് പോകാൻ ചീപ്പ് എടുത്തിട്ടുണ്ട്. പെർ പേഴ്സൺ 470 റുപ്യാണ്. 70 അവിടെ ഫോറസ്റ്റിൽ കൊടുക്കാനാണ് 400 ജീപ്പ്. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. നമ്മളങ്ങനെ കുടജാത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ടോപ്പിലേക്ക് എത്തിക്കാം. ടോപ്പിലേക്ക് എത്താൻ ഇനൊരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഗൈസ്, ജീപ്പിലത്തെ എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷ്വൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. എൻ്റെ ഭഗവാൻ, ഓഫ് റോഡ് എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓഫ് റോഡ് ഇത് എങ്ങനെ ഉണ്ടായിനി? ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിനി? അതും ഈ ക്ലൈമറ്റും ആ വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ. അങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഒടുക്കത്തെ ട്രെക്കിങ്ങിൻ്റെ ഫീല് എന്ന് പറഞ്ഞില്ല. ഫുള്ള് കോടടിച്ചിട്ട് വേറെ വൈബാണ്. അപ്പോൾ ഇവിടെ എത്തി. ഇതാ ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠം. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കിട്ടിലം വൈബ് എന്ന് പറഞ്ഞാൽ കിട്ടിലം വൈബ്. എങ്ങനെയുണ്ട് അർജു? എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. ഭയങ്കര ടയേർഡായി. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പീസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ താഴ ജീപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഇനി താഴത്തിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഇത്തു കൊടയാത്രി വൈബ്? എങ്ങനെയുണ്ട്? എന്താ ടയേർഡായാ? നല്ല പിന്നെ ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ കുറച്ചധികം സമയം എടുത്ത് പോയത്. പിന്നെ ടയേർഡൊന്നും ആയിട്ടല്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ജപ്പു? അപ്പൊ ഇപ്പൊ നമ്മിന് വീഡിയോ നിർത്തുന്നതാണ്. പറ്റുന്നില്ല. അതാണ് ഒരു കാര്യം പറയാനില്ല കേട്ടാ. പിന്നെ മേലെ എത്തിയെങ്കിലും മലയാളീസിന് തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ വരുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞായറാഴ്ച വരാതിരിക്കുക. തിങ്കളാഴ്ച വന്നാല് റൂംസിനല്ല, അതായത് ഞായറാഴ്ച രാത്രിയോ നാട്ടോ വന്നിട്ട് അങ്ങനെ റൂം എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് ഭയങ്കര കുറവായിരിക്കും അല്ലേ? പകുതി പൈസക്കെല്ലാം കിട്ടും. ഡിഫറൻസ് വരും. അതൊരു കാര്യമാണ്. പിന്നെ റഷ് ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ദർശനം അങ്ങനത്തെ സംഭവം നടക്കും. അപ്പൊ എന്ത് പറയല്ലേ, വെറുതെ പറയാനുണ്ടോ? അപ്പൊ ചാനൽ എന്താ വേണ്ടേ? സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് എല്ലാം ചെയ്തോ. എല്ലാം ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കിക്കോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ. കമന്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കാം അല്ലേ? ഓക്കെ, ബൈ.